ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പഴയ പില്ലോ കവർ വെച്ച് ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പഴയ പില്ലോ കവർ കളയില്ല. നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അത്ര കാര്യങ്ങളാണ് കേട്ടോ ഈ പഴയ പില്ലോ കവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ. വില കൂടിയ പട്ടുസാരികൾ അല്ലെങ്കിൽ പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സ് ഐറ്റംസൊക്കെ നമ്മൾ എത്ര തന്നെ സൂക്ഷിച്ചു വെച്ചാലും കുറച്ച് കാലം കഴിയുമ്പോൾ ഫെയ്ഡ് ആകാറുണ്ടല്ലേ. എത്ര കാലം കഴിഞ്ഞാലും നിറം മങ്ങാണ്ട് പുതുമയോടുകൂടി ഇരിക്കാനായിട്ട് ഇതുപോലെ പഴയ പില്ലോ കവറിലാക്കി വെച്ചാൽ മതി. പട്ടുസാരിയൊക്കെ ആണെങ്കിൽ കുറച്ച് പൗഡർ കൂടി ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് ഈ ഒരു പില്ലോ കവറിനുള്ളിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ എത്ര കാലം കഴിഞ്ഞെടുത്ത് നോക്കിയാലും നല്ല പുതിയതായിട്ട് തന്നെ ഇരുന്നോളും. മാർക്കറ്റിലൊക്കെ സാരി കവറുകൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. പക്ഷേ 5 പൈസ പോലും ചിലവില്ലാണ്ട് ഇതുപോലെയുള്ള പില്ലോ കവറിലാക്കി വെക്കുകയാണെങ്കിൽ നല്ല സേഫായിട്ട് ഒരുപാട് കാലം നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയും. പഴയ പില്ലോ കവറൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഡോർമാറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കട്ടിയുള്ളൊരു ബ്ലാങ്കറ്റാണ്. ബ്ലാങ്കറ്റിന് പകരമായിട്ട് ഷാളോ പഴയ പുതപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം ഈ ഒരു ബ്ലാങ്കറ്റ് നമ്മുടെ പില്ലോ കവറിൻ്റെ അതേ അളവിലൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് ആ ഒരു പില്ലോ കവറിന് ഉള്ളിലേക്കാക്കിയിട്ട് ആ ഒരു തുറന്നിരിക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പില്ലോ കവറിൽ കുറച്ച് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഡോർമാറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. എനിക്ക് സ്റ്റിച്ചിങ് അധികം വശമില്ലാത്തത് കൊണ്ട് ബ്ലാങ്കറ്റ് പില്ലോ കവറിനുള്ളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ആ തുറന്നിരിക്കുന്ന ഭാഗത്ത് കൈത്തയ്യൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നോക്കി എത്ര അടിപൊളിയായിട്ടൊരു ഡോർമാറ്റാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് എന്നുള്ളത്. ആരും തന്നെ കണ്ടാൽ ഇത് പില്ലോ കവർ വെച്ചാണ് തയ്യാറാക്കിയെന്ന് പറയില്ല. നമ്മുടെ ബാത്റൂം ഡോറിനടുത്തും അതുപോലെ തന്നെ കിച്ചൺ ഡോറിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ ഏറ്റവും വലിയൊരു തലവേദന എന്താണെന്നറിയോ? ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പെയർ ആയിട്ടുള്ള പില്ലോ കവറുകൾ ഒരിക്കലും എനിക്ക് കിട്ടാറില്ല. എന്നെപ്പോലുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ ഒരു ടിപ്പ്. നമ്മൾ ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്ന സമയത്ത് ഒരു പില്ലോ കവർ ബെഡ്ഷീറ്റിനുള്ളിലാക്കി മടക്കിയതിന് ശേഷം രണ്ടാമത്തെ പില്ലോ കവറിനുള്ളിലേക്ക് നമ്മൾ ബെഡ്ഷീറ്റ് ഇതുപോലെ ഒന്ന് വെച്ച് മടക്കി വെക്കുകയാണെങ്കിൽ കബോർഡിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പെയർ ആയിട്ടുള്ള പില്ലോ കവർ അന്വേഷിച്ച് നടക്കുകയും വേണ്ട. അടിപൊളി ഒരു ടിപ്പല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തന്നോളൂ. ഇനി നമുക്ക് പഴയ പില്ലോ കവർ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഓർഗനൈസർ തയ്യാറാക്കിയാലോ. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് കബോർഡിനുള്ളിൽ ആവശ്യത്തിന് സ്ഥലം ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. ഇതുപോലെ ഒരു പഴയ പില്ലോ കവർ എടുത്തതിന് ശേഷം കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു റൈറ്റിംഗ് പാഡോ നടുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് 2 ഹാങ്ങറാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഹാങ്ങർ രണ്ടും പില്ലോ കവറിൻ്റെ 2 വശങ്ങളിലായിട്ട് ഒന്നുകിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഞാനിപ്പം ചെയ്യുന്നത് പോലെ പിന്ന് വെച്ചിട്ട് നല്ലതുപോലെ കുത്തി സെക്യൂർ ചെയ്ത് വെച്ചാലും മതി. ഞാൻ എടുത്തിരിക്കുന്ന പില്ലോ കവർ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ 2 സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് ഒന്ന് മടക്കിയതിന് ശേഷം ഈ ഒരു രീതിയിലാണ് പിന്ന് ഉപയോഗിച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴുകാനായിട്ട് എളുപ്പമാണ്. ഇതേ രീതിയിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ പിന്ന് ഉപയോഗിച്ചിട്ട് നല്ല പോലെ സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. കബോർഡിൽ ഇതുപോലെ വസ്ത്രങ്ങൾ അടുക്കി വെക്കാനായിട്ടുള്ള ഓർഗനൈസർ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. പക്ഷേ നമ്മൾ 5 പൈസ ചിലവില്ലാണ്ട് ഒരു പഴയ പില്ലോ കവർ വെച്ചിട്ടാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓർഗനൈസർ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. പില്ലോ കവറിനുള്ളിൽ നമ്മൾ അത്യാവശ്യം കട്ടിയുള്ള റൈറ്റിംഗ് പാഡാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര കട്ടിയുള്ള വസ്ത്രങ്ങൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഓർഗനൈസറിനുള്ളിൽ അടുക്കി വെക്കാനായിട്ട് കഴിയും. ഇതുപോലെ ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ഹാങ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് വസ്ത്രങ്ങൾ ഇതിൽ നിന്ന് എടുക്കാനായിട്ടും വളരെ എളുപ്പമാണ്. കാണാനും ഒരു അഭംഗിയുമില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. പഴയ പില്ലോ കവർ വെച്ചിട്ട് മിക്ക ആളുകളും ചെയ്യുന്ന ടിപ്പാണ് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ നമ്മുടെ മൈക്രോ ഓവനൊക്കെ ഡസ്റ്റും അഴുക്കും ഒന്നും കയറാതിരിക്കാനായിട്ട് കവർ ചെയ്ത് വെക്കുന്നത്. വെക്കേഷൻ ടൈമിൽ നമ്മൾ കുറേ അധിക ദിവസം വീടൊക്കെ അടച്ചിട്ടിട്ടാണല്ലോ നാട്ടിൽ പോകുന്നത്. ആ ഒരു സമയത്ത് പഴയ പില്ലോ കവറുകൾ മിക്സിയും ഗ്യാസ് സ്റ്റൗവും ഒക്കെ കവർ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുറേ ദിവസങ്ങൾ നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പം അതിൽ പൊടിയൊക്കെ കയറിയിട്ട് പെട്ടെന്ന് ചീത്തയാവാതിരിക്കാനായിട്ട് നമുക്ക് പഴയ പില്ലോ കവറുകൾ ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്.
സോഫ സെറ്റിലേക്ക് കുഷനുകൾ നമുക്ക് ഇതുപോലെ പഴയ പില്ലോ കവറുകൾ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയാക്കിയെടുക്കാം. കുഷൻ്റെ കവറൊക്കെ കഴുകാനായിട്ട് എടുക്കുന്ന സമയത്ത് ഇതുപോലെ പഴയ കുറച്ച് നല്ല ഭംഗിയുള്ള പില്ലോ കവറുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു പില്ലോ കവറിലേക്ക് കുഷൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് ഉള്ളിലേക്ക് ബാക്കിയുള്ള ഭാഗം മടക്കി വെക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു കുഷൻ കവറായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതുപോലെ മടക്കി എടുത്ത് കഴിയുമ്പം ഇത് പില്ലോ കവർ ആണെന്ന് ആരും തന്നെ കണ്ടാൽ പറയില്ല. അടിപൊളിയായിട്ടുള്ളൊരു കുഷൻ കവറായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇതുപോലെയുള്ള ബ്ലാങ്കറ്റുകൾ നമ്മൾ തണുപ്പ് കാലത്ത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. തണുപ്പ് കഴിയുമ്പം നല്ലതുപോലെ മടക്കി ഒരു പഴയ പില്ലോ കവറിലാക്കി വെക്കുകയാണെങ്കിൽ അഴുക്കും പൊടിയും കയറാണ്ട് നമുക്ക് ഒരുപാട് കാലം ഇത് സൂക്ഷിച്ചു വെക്കാനായിട്ട് കഴിയും. ബ്ലാങ്കറ്റുകൾ എടുത്ത് കഴുകുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. അതുപോലെ തന്നെ എപ്പോഴും ബ്ലാങ്കറ്റുകൾ കഴുകി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പഴയ പില്ലോ കവറിലാക്കി കബോർഡിൽ വെക്കുകയാണെങ്കിൽ അഴുക്കും പൊടിയും ഒന്നും കയറാണ്ട് അതവിടെ നല്ല ഭദ്രമായിട്ടിരുന്നോളും. മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുന്ന സമയത്ത് പില്ലോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബ്ലാങ്കറ്റുകൾ പഴയ പില്ലോ കവറിലാക്കിയിട്ട് നമുക്ക് നല്ല തലയണയായിട്ടും ഉപയോഗിക്കാം. ഒരുപാട് പഴുക്കാത്ത ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് ഇതുപോലെ പേപ്പർ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം പഴയ പില്ലോ കവറിലാക്കി ഫ്രൂട്ട് ബോക്സിനുള്ളിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ കുറച്ചധിക ദിവസം നമുക്ക് പുറത്ത് സൂക്ഷിക്കാനായിട്ട് കഴിയും. ഫ്രൂട്ട്സൊക്കെ പൊതുവേ ഫ്രിഡ്ജിൽ വെക്കാണ്ടിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇതുപോലെ നമ്മൾ പുറത്ത് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ നാച്ചുറലായിട്ടുള്ള സ്വീറ്റ്നെസ്സും ടേസ്റ്റും ഒക്കെ നമുക്ക് കഴിക്കുമ്പം കിട്ടും. ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ കുറച്ചധിക ദിവസം കേടാകാണ്ട് തന്നെ നമുക്ക് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് പഴയ പില്ലോ കവർ വെച്ചിട്ട് പെട്ടെന്നൊരു ഏപ്രിൻ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ പില്ലോ കവറിൻ്റെ 2 വശങ്ങളും ഉള്ളിലേക്ക് മടക്കി ഒരു പിന്ന് വെച്ച് നല്ലപോലെ സെക്യൂർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു വള്ളി നമ്മൾ സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹോളിനുള്ളിലൂടെ ഇറക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഏപ്രിലായിട്ട് ഈ ഒരു പഴയ പില്ലോ കവർ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ഒരു വള്ളി നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി പില്ലോ കവറും വള്ളിയും കൂടെ ചേർത്ത് നമ്മൾ പിന്ന് വെച്ച് ഒന്നുകൂടി ഒന്ന് സെക്യൂർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഏപ്രിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാത്രം കഴുകാനൊക്കെ വേണ്ടിയാണ് കേട്ടോ ഞാനിപ്പം ഈ ഒരു ഏപ്രിൻ റെഡിയാക്കി എടുത്തത്. കുറച്ചും കൂടെ ഭംഗി വരാനായിട്ട് ഈ ഒരു പില്ലോ കവറിൻ്റെ താഴ്ഭാഗത്ത് ഓരോ വള്ളി വീതം തച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല സെക്യൂർഡ് ആയിട്ടിരുന്നോളും. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഈ ഒരു രീതിയിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ടിപ്പ് മിക്ക ആളുകളും ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പില്ലോ പെട്ടെന്ന് ചീത്തയാകാതിരിക്കാനായിട്ട് പഴയ പില്ലോ കവറുകൾ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബെഡിൽ ഏത് ഷീറ്റാണോ വിരിച്ചിരിക്കുന്നത് അതിൻ്റെ പെയറായിട്ടുള്ള പില്ലോ കവർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 2 കവറുകൾ നമ്മൾ തലയണയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ തലയണ ചീത്തയായി പോകത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ എത്ര സൂക്ഷിച്ചാലും എണ്ണമെഴുക്കും അഴുക്കും ഒക്കെ പറ്റിയിട്ട് പെട്ടെന്ന് പില്ലോയിൽ കരിമനൊക്കെ തല്ലാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അപ്പം പഴയ പില്ലോ കവറുകളുണ്ടെങ്കിൽ ആദ്യം അത് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ വിരിച്ചിരിക്കുന്ന ഷീറ്റിൻ്റെ പെയറായിട്ടുള്ള പില്ലോ കവർ ഇട്ട് കൊടുക്കുക. സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള അമ്മമാരുടെ ഏറ്റവും വലിയൊരു തലവേദനയാണ് രാവിലെ അവർക്ക് സോക്സ്, ഇന്നർ ഗാർമെൻറ്റ്സ്, കർച്ചീഫ് ഒക്കെ കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളത്. രാവിലെ പൊതുവേ നമ്മൾ നല്ല ഹർബറിയിലായിരിക്കും. അതിൻ്റെ ഇടയിൽ വേണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും കൂടെ സമയം കണ്ടെത്താനായിട്ട്. ഇതുപോലൊരു ഓർഗനൈസർ ഉണ്ടെങ്കിൽ അവരുടെ സോക്സും ഇന്നർ ഗാർമെൻറ്റ്സും ഒക്കെ നമുക്ക് ഇതിൽ വെക്കാനായിട്ട് കഴിയും. അതിനായിട്ട് നമുക്കൊരു പഴയ പില്ലോ കവറിൻ്റെ ഓപ്പണിംഗ് ഭാഗത്ത് ഈ ഒരു രീതിയിൽ ഹാങ്ങർ വെച്ചിട്ട് പിന്നുപയോഗിച്ച് നല്ല രീതിയിൽ ഞാൻ സെക്യൂർ ചെയ്യുന്നുണ്ട്. തയ്യൽ അറിയുന്നവരാണെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് പില്ലോ കവർ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കിയെടുക്കാം. താഴെ നിന്ന് ഇതുപോലെ ഉള്ളിലേക്ക് വേണം മടക്കിയെടുക്കാനായിട്ട്. അതിനുശേഷം 3 ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഞാൻ കൈത്തയ്യലാണ് കേട്ടോ തച്ചെടുക്കുന്നത്. തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം താഴെ 3 പോക്കറ്റും മുകളിൽ 3 പോക്കറ്റുമായിട്ട് 6 പോക്കറ്റുകൾ മൊത്തം നമുക്ക് കിട്ടും. ഓരോ പോക്കറ്റിലും നമുക്ക് ഓരോരോ സാധനങ്ങൾ വെക്കാനായിട്ട് കഴിയും. ഞാനിപ്പോൾ ഇതിൽ സോക്സും ഹാങ്കർചീഫും പോലുള്ള ചെറിയ ചെറിയ ഐറ്റംസുകളാണ് കേട്ടോ വെക്കുന്നത്. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാം.
ഇത്തരത്തിലുള്ള ഓർഗനൈസറുകൾ നമുക്ക് ഓൺലൈനിൽ കിട്ടും. പക്ഷേ നമുക്ക് തന്നെ സ്വന്തമായിട്ട് കുറച്ച് ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പഴയ കളഞ്ഞിരിക്കുന്ന പില്ലോ കവറുകളൊക്കെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇങ്ങനെയൊക്കെ ചെയ്ത് മക്കളുടെ റൂമിൻ്റെയൊക്കെ സൈഡിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സഹായമില്ലാണ്ട് തന്നെ അവർ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിക്കോളും. കഴുകി വൃത്തിയാക്കി കൊണ്ടുവരുമ്പം പെയറോട് കൂടി തന്നെ സോക്സുകളൊക്കെ മടക്കി ഈ ഒരു പൗച്ചിൽ വെച്ച് കൊടുത്താൽ മതി. പഴയ കുറച്ച് ഭംഗിയുള്ള പില്ലോ കവറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുഷനുള്ള ചെയറുകളിൽ കുഷൻ കവറായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ നമ്മുടെ ഡൈനിങ് ടേബിളിലെ ചെയർ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതുപോലെ ചെയറൊക്കെ സെറ്റ് ചെയ്ത് ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഒരു 5 സ്റ്റാർ ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. പഴയ പില്ലോ കവറുകൾ ഇതുപോലെ ഫാൻ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം ഫാനിൻ്റെ ലീഫിലേക്ക് പില്ലോ കവർ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ തുടച്ചെടുക്കുകയാണെങ്കിൽ ഡസ്റ്റൊക്കെ ആ ഒരു പില്ലോ കവറിനുള്ളിലായിക്കോളും. അതിനുശേഷം ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പഴയ പില്ലോ കവർ വെച്ചിട്ട് ഞാൻ പൊതുവേ ചെയ്യുന്ന കുറേ അധികം കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടിപ്പ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീണ്ടും നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.